ആയുർവേദത്തിൽ നമ്മൾ രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, നമ്മൾ രോഗം വരാതെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ എന്താ ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് ദിനചര്യ, അതായത് ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചിട്ടയിലാണ് ചെയ്യേണ്ടത്. ഋതുചര്യ, ഓരോ ഋതുക്കൾക്കനുസരിച്ച് നമ്മൾ 6 ഋതുക്കളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സദ്വൃത്തം, ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് ഇടപഴകേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാലാവസ്ഥ ചേഞ്ചസ് ഒരു ചലഞ്ച് തന്നെയാണ് ചികിത്സയിൽ. കാരണം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ പ്ലാൻ ചെയ്ത് ചില കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാലാവസ്ഥയുടെ ഒരു സ്വാധീനം അവിടെ വന്ന് കഴിയുമ്പോൾ ഇത് ആളുടെ ദഹനം മുതൽ ഈവൻ രോഗസ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പ്ലാൻഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം വരാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വേനൽക്കാലത്താണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ളത്, കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ്, എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഡീപ് ഫ്രൈ ചെയ്തതോ നോൺ വെജോ ഒന്നും അധികം സജസ്റ്റ് ചെയ്യാത്തൊരു മാസമാണത്. തണുപ്പ് കാലങ്ങളിലാണ് നമുക്ക് അത്തരത്തിലുള്ള ദഹിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ, കാരണം നന്നായിട്ട് ദഹനശേഷിയുണ്ട് ആ ഒരു സമയത്ത്. അത് വർഷക്കാലത്താണെങ്കിൽ എഗെയിൻ നമ്മൾ ആ ഒരു തണുപ്പിൻ്റെയും ആ ഒരു ദഹനത്തിൻ്റെ കണ്ടീഷനും ഒക്കെ വെച്ച് നമ്മൾ ചൂടുള്ളതും ദ്രാവക രൂപത്തിലുള്ളതും എളുപ്പം ദഹിക്കുന്ന നോൺ വെജും അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ സൂപ്പ് പോലെയൊക്കെ ആയിട്ട് കഴിക്കാനായിട്ടാണ് പറയുന്നത്. ആയുർവേദത്തിനകത്ത് എല്ലാം നമ്മളിപ്പോൾ ആഹാരത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ വെജും നോൺ വെജും എല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് അനുസരിച്ച്, ആരോഗ്യത്തിൻ്റെ അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കണം എന്ന് മാത്രം. അതിപ്പോൾ ഇന്നത്തെ കാലത്തൊരു ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് ആ ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. ഒരു അസുഖത്തിന് നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് ആ ഒരു അസുഖത്തിൻ്റെ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ എന്താണെന്ന് വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത്. അതിപ്പോൾ ഈ പറഞ്ഞ മാതിരി ആഹാരമായിക്കോട്ടെ, ഔഷധമായിക്കോട്ടെ, വിശ്രമമായിക്കോട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ഏർലി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെറിയ ആഹാര നിയന്ത്രണവും വളരെ ചെറിയ മരുന്നുകളും മാത്രം കൊടുത്താൽ മതി. അത് അവർക്ക് തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വയറിളക്കിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ OP ലെവലിൽ തന്നെ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. പക്ഷേ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറ്റാനായിട്ടൊരു ഫിക്സഡ് ടൈം ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ഉണ്ടാക്കിയിരിക്കുന്ന 7 തരത്തിലുള്ള സെല്ലുകളെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസത്തെയും ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ കിഴി പോലെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ലെവലിലേക്കാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇതിനൊന്നും ഇപ്പം നമുക്ക് കാണുന്ന രീതിയിൽ മെഷർ ചെയ്യാനൊന്നും ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ശാസ്ത്രം നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ക്ലെൻസിങ്ങിന് വേണമെങ്കിൽ നമ്മൾ നോക്കുക, ഒരു സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റിനകത്ത്. അതല്ല ഇപ്പം നമ്മൾ സ്നേഹപാനം പോലെയാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് ചില സ്റ്റേജ് പറയുന്നുണ്ട്. ഒരു സ്നേഹപാനത്തിന് വേണ്ട ഒരാളെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് മറ്റേ സ്നേഹപാനം ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്. നെയ്യായാലും എണ്ണയായാലും നമ്മൾ കൂടിയ അളവിൽ കൊടുക്കാൻ പാടില്ലാത്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരാൾക്ക് ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ അയാൾ അതിന് ഫിറ്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അതിനൊരു കൃത്യ ദിവസവും ഇല്ല. ആളുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച്, ദഹനത്തിനനുസരിച്ച് ഒരു സ്റ്റേജ് വരെയാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഫിക്സഡ് ഡേറ്റ് ഉണ്ട്. അത് പിന്നീട് ഓരോന്ന് ചെയ്യേണ്ടത് എന്താണ്. ഛർദ്ദിപ്പിക്കുകയാണെങ്കിൽ എത്ര ദിവസമാണ് കഴിഞ്ഞിട്ടാണ് വേണ്ടത്, അത് വയറിളക്കുകയാണെങ്കിൽ എത്ര ദിവസമാണ് വേണ്ടത്. അത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടുന്നത്. അപ്പം നമ്മൾ കാര്യമായിട്ടുള്ളൊരു അസുഖത്തിനാണ് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആ ഒരു റെക്കമെൻഡേഷൻസിൽ തന്നെ വേണം നമ്മളത് തീർക്കാനായിട്ട്. പിന്നെ പലപ്പോഴും ഇന്നിപ്പം മഴ തുടങ്ങി, എന്നാൽ ഒരു ഡീടോക്സിഫിക്കേഷൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ 4 ദിവസം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുണ്ട്. അവിടെ ഡീടോക്സിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. അവിടെ നമുക്കൊരു സുഖം കിട്ടുന്നു, ഒഴിയുമ്പോഴൊരു സുഖമുണ്ട്, ഇതൊരു ജനറൽ ഹെൽത്ത് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ അവർക്കൊന്ന് വയറിളക്കാം. കാരണം ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടൊന്ന് വയറിളക്കാതെ കുറച്ചും കൂടി എഫക്റ്റീവാണ്. അതല്ലാതെ ഒരു 3 ദിവസം ഒഴിഞ്ഞ് ഒരു 2 ദിവസം ധാര ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിനകത്ത് കാര്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതിലൊക്കെ ഭേദം നമ്മൾ ഒരു ഡോക്ടറുമായിട്ട് കണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന രീതിയിൽ ചെറിയതായിട്ടുള്ള ചികിത്സകൾ എന്തെങ്കിലും ചെയ്തു പോകുന്നതാണ് നല്ലത്. കാര്യപ്പെട്ട ചികിത്സകൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് സജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ചിട്ടയ്ക്ക് തന്നെ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നന്നാവുക. ആയുർവേദം പറയണത് അതാത് സ്ഥലത്തുള്ള, നമ്മൾക്ക് ശീലമുള്ള ഒരു സ്ഥലത്തുള്ള ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അത് ഫാമിലി വെച്ച്, ഇപ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, അതേ പ്രദേശത്ത് തന്നെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം.
ഇപ്പോൾ ഒരു കാലത്തൊക്കെ നമുക്കറിയാം ഇപ്പം എല്ലാ ദിവസവും ചിക്കനും മട്ടണൊന്നും കഴിച്ചിരുന്ന ഒരു കാലമൊന്നും ഇല്ല ഇവിടെ. അതൊക്കെ വന്നിട്ട് അത്ര അധികം കാലമായിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ വരും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതലായിട്ട് നമ്മൾ നോൺ വെജ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ മിക്കവാറും ഏതെങ്കിലും ഒരു ചെറിയ മീനിൻ്റെ കറി ആണ് മിക്കവാറും നോൺ വെജ് ഉപയോഗിച്ചത്. പിന്നെ വളരെ വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് മറ്റ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. വെജിറ്റേറിയൻസ് ആണെങ്കിലും അതെ, കഞ്ഞി പോലെയുള്ളതായിരിക്കും മിക്കവാറും ഉള്ള ഭക്ഷണം. ഇടയ്ക്കാണ് ഈ ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കുക. അതും ജോലിക്കാരാണെങ്കിൽ ഒഴിവ് ദിവസമായിരിക്കും അവരുണ്ടാക്കുന്നുണ്ടാവുക. ബാക്കിയുള്ള ദിവസം പിന്നെ നമ്മുടെ തൊടിയിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അന്നത്തെ കാലത്ത്, തൊടിയുള്ളവർ അന്ന് എന്താണോ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം അത്ര അധികം ഒരു പോഷക ദാരിദ്ര്യമൊക്കെ എല്ലാവരിലും ഉണ്ടായിരുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഈ സൗകര്യങ്ങളുള്ള ആൾക്കാർ നേരാവണ്ണം ജീവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രോഗം വന്നിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അത് നേരെ തിരിച്ചായി. ഇന്നിപ്പോൾ ഈ ഭക്ഷണം അധികമായിട്ടുള്ള എൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ശുദ്ധമായിട്ടുള്ളതല്ല, ഈ വേണ്ടാത്ത ഭക്ഷണം കൂടി ധാരാളം കിട്ടുന്ന ഒരു കാലമായി മാറി. അപ്പം അതുകൊണ്ടുള്ള പ്രയാസങ്ങളായി ഇപ്പോൾ കൂടുതലായിട്ട്.